ഈ സമയത്ത് ഇവനിത് എവിടെ പോവാ? ഹാപ്പി ബർത്ത്ഡേ. ഏതോ ഒരു കുഗ്രാമം, കൂടെ കുറെ കർഷകരുണ്ട്. സംശയം വരാത്ത രീതിയിൽ, സാക്ഷികളില്ലാത്ത രീതിയിലും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എവിടുന്നാണ്, ആര് പോസ്റ്റ് ചെയ്തെന്നുള്ളത് എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. ശരി മാഡം. ഇത് വൈറലായ വീഡിയോ മാഡം. സോഴ്സ് വീഡിയോയുടെ IP ID കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയം തരേണ്ടി വരും. We just got 24 hours. ഓക്കെ മാം. അവന്റെ ലൊക്കേഷൻ അറിയുന്ന ആ നിമിഷം ഈ നാടകത്തിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴും. ഇനി ബാക്കിയുള്ളത് 2 ദിവസമാണ്. വി കാൻ ഡു എനിത്തിങ്. അവൻ CEO ആകും, നമ്മൾ ഫ്ലവറും ബൊക്കയും കൊടുക്കേണ്ടിയും വരും. അവനെ 1 മണിക്കൂർ മുമ്പ് കണ്ടെത്തിയാൽ മതി. അവൻ നേടിയതൊക്കെ തകർന്നടിയാൻ. ബട്ട് ഹൗ? അവനെ കണ്ടെത്തി കഴിയുന്ന ആ നിമിഷം മുതൽ എല്ലാ ചാനലുകളിലും അവന്റെ ന്യൂസ് വരാൻ തുടങ്ങും. റിപ്പോർട്ടേഴ്സ് എല്ലാം അവന്റെ പുറകെ ചെല്ലും. അങ്ങനെ അവന്റെ ഐഡന്റിറ്റി ഈ ലോകം മുഴുവൻ അറിയും. അവൻ തീർച്ചയായിട്ടും ഫെയിലാവും. പറഞ്ഞോണ സുഖാണോ? എടോ കൃഷ്ണ, നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട. നിന്നെ പോലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ട് ഞാൻ ഈ മിനിസ്റ്റർ പദവിയിലേക്ക് വന്നേ. എന്തേ പറയുന്ന? മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഫോൺ വന്നിരുന്നു. കൃഷിക്കാരുടെ ലെറ്റർ അങ്ങ് കേന്ദ്രം വരെ ചെന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാവാൻ പോവാ. ഡൽഹിയിൽ നിന്ന് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. അവര് വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞാ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിന്നെയും നിന്റെ മകനെയും വോളണ്ടിയർ ആയിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയേക്കും. സൂക്ഷിച്ചോ താൻ. അത് ഞാൻ നോക്കിക്കൊള്ളണ. നമസ്കാരം. സുഖാണോ? നന്നായിരിക്കുന്നു മോനെ. അമ്മു നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, നിന്റെ നാട് എവിടെയാ? ഹൈദരാബാദ്. ഹൈദരാബാദില് എവിടെയാ? നാമ്പള്ളി. അവിടെയോ? നാമ്പള്ളിയിൽ ഒരു പബ്ലിക് ഗാർഡൻസ് ഇല്ലേ? അതിനടുത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്. അതറിയില്ലേ? ഞങ്ങളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അതെ അച്ഛാ, ഞാനെല്ലാം പറഞ്ഞതല്ലേ. രാമൻ ഇതൊന്നും അറിയില്ല. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠിപ്പിലൊക്കെ എന്തിരിക്കുന്നു മോളെ. നീതിയും നേരും ഒക്കെ ഉണ്ടായാ മതി. എന്തായാലും ഞാനിപ്പോ വന്നല്ലോ, ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്തോളാം. ആദ്യം അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ ഇത്ര നാളെ ഞാൻ ചെയ്തോണ്ടിരുന്നല്ലേ. നീ വാ നടക്ക്. വിവരം കിട്ടവനെ. അവരിത്രത്തോളം ചിന്തിക്കാൻ നീ എന്താടാ ചെയ്തത്? അവരിങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അവരുടെ പിറകിൽ ആരുണ്ട്? നമ്മുടെ ആളുകളേക്ക് ഇറക്ക്. ഞാനൊരു 24 മണിക്കൂർ സമയം തരിക. ആ കമ്മീഷൻ ഇവിടെ വന്ന് പോകുന്നത് വരെ ഒരുത്തനും വാതുറക്കാൻ പാടില്ല. അവര് പോയതിനു ശേഷം ഇതിന്റെ പിന്നിലുള്ളവനെ വച്ചേക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? സാർ, ആ വീഡിയോയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു സാർ. എവിടെ? കിഴക്ക് ഗോദാവരിക്കടുത്ത രാജമണ്ഡ്രിയിലെ റായ്പുലങ്കാവ് എന്ന് പറയുന്ന ഗ്രാമത്തില. മങ്കേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായത്. രാജമണ്ഡ്രിയിലെ റായ്പുലങ്കായോ? മൈ ഡിയർ ബ്രദർ, യുവർ ടൈം ഈസ് അപ്പ്. എന്താടാ മോനെ, ഇപ്പൊ ഈ അഡ്രസ് എടുത്തിട്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാ? അതെ, മമ്മി നെക്സ്റ്റ് ലെവൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ ഇനി രക്ഷപ്പെടില്ല. തീർച്ചയായും രക്ഷപ്പെടും. ഐ എം ഷുവർ. നാളെ എന്ത് നടന്നാലും നിന്റെ ചിറ്റപ്പൻ അയാളുടെ മകനെ CEO ആക്കുന്നതിന് വേണ്ടി അയാളുടെ മുഴുവൻ പവറും ഉപയോഗിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ അതിന് കഴിയൂ. ചെയ്യേണ്ടതങ്ങ് ചെയ്യ് നീ. പറഞ്ഞു മോനെ. അവൻ രാജമണ്ഡ്രിയിലെ റായപ്പുലങ്കായിലുണ്ട്. ഇമ്മീഡിയറ്റ് അവിടേക്ക് പോ. ശരി മോനെ. അവനോടൊന്ന് മാറിടാ. രായപ്പലങ്ക, വണ്ടി തിരികെ.
ആ രാമു, ഉം. ഇങ്ങി വാ മോനെ, ഇരിക്കിവിടെ. അടുത്ത ആഴ്ച ഒരു വലിയ പാർട്ടിക്ക് ഈ തോട്ടം പണയപ്പെടുത്തിയിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചു തീർക്കാന്നാ കരുതുന്നത്. അവള് പാവം എത്ര നാളാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ. ആ കൊച്ചു പെട്ടിങ് എടുത്ത മോനെ. എന്റെ മോക്ക് പട്ടണത്തിൽ ജോലി ചെയ്തിട്ട് എന്നെ നല്ലവണ്ണം നോക്കണമെന്നാണ് ആഗ്രഹം. എല്ലാം നടക്കുമായിരിക്കും. അതില് നിബില എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്, അതിങ്ങ് എടുത്ത് തന്നേക്ക്. അല്ല, ആ നരസിംഹന്റെ നിലത്തില് വെള്ളമൊക്കെ വരുത്തിന്ന് കേട്ടു. എന്റെ മോളെയും ഈ നാടിനെ നീ പറ്റിച്ച പോലെ എന്നെയും പറ്റിക്കാതാണോ നീ കരുതിയേ? 5ാം ക്ലാസ് പോലും പഠിക്കാത്ത നിനക്ക് ഈ ഇംഗ്ലീഷ് മരുന്നിന്റെ പേരൊക്കെ എങ്ങനെ അറിയും? സയൻസിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത നിനക്ക് ഇത്രയും വലിയ വിൻഡ്മിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ഈ വീട്ടിലുള്ളവരെ, ഈ നാട്ടുകാരെയും എല്ലാരെയും നീ കയ്യിലെടുത്തിരിക്കുക. നീ ആരാണ്, എവിടുന്നാ വന്നത്, എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇതൊക്കെ നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. കുറച്ച് ചോറ് കൊടുത്താൽ നായ്ക്ക് പോലും നന്ദി ഉണ്ടാവും. എന്നാ നീയോ ഓരോ ദിവസവും പറ്റിച്ച് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നീ ഇത്രയും നാളും എന്നെ പറ്റിക്കുമായിരുന്നു. പറയ്. നിനക്ക് 1 മിനിറ്റ് സമയം തരാം. നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന നിനക്ക് മറുപടി പറയും. എനിക്ക് 2 ദിവസം കൂടി സമയം താ, എല്ലാം ഞാൻ പറയാം. എന്തിന്? ഈ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കൊന്നിട്ട് പോകാനാണ് ഉദ്ദേശം? ഛേ, നീ ഇങ്ങനെ പറ്റിക്കൊന്നും കരുതിയില്ല. ദൈവമേ, ഇതുപോലെ ഒരുത്തരെയാണല്ലോ ഞാൻ വിശ്വസിച്ചു പോയത്. പുറത്തേക്ക് പോടാ. നിന്റെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ആരാടാ അവൻ? എവിടുന്നോ വന്നിട്ട് എന്റെ നേരെ കൈവെക്കുന്നോ? അവനെ വെറുതെ വിടരുത്, വെട്ടി അരിഞ്ഞേക്കവനെ. ശരിയാ, അവൻ രക്ഷപ്പെടരുത്. ചെല്ലടാ, ഓടാ, ഓടാ, പെട്ടെന്ന് പോ. എനിക്ക് ഇന്ന് തന്നെ അവന്റെ ശവം കാണണം.